ഈ മടലുവെട്ടി അടിയെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും സംഭവിക്കരുത്. കാരണം ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു അനുഭവം നേരിടാവുന്നതേ ഉള്ളൂ. ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ വീഡിയോയിലകത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് എത്രയും പെട്ടെന്ന് വൈറലാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒരു ചാനൽ തുടങ്ങി എങ്ങനെ കളിച്ചിട്ട് നിങ്ങളുടെ വീഡിയോസ് അങ്ങോട്ട് കയറുന്നില്ല, നിങ്ങളുടെ ചാനലിൽ ഒരു ഗ്രോത്തിങ്ങും ഇല്ല. നിങ്ങൾ ചെയ്യുന്ന 10 തെറ്റുകൾ കൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിങ് ഇല്ലാതെ. അപ്പൊ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, ഈ വീഡിയോ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എങ്ങനെ ഡെവലപ്പ് ആക്കി എടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത അറിവുകൾ പുതിയ ആൾക്കാരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിവുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പൊ ഓക്കെ, ആദ്യം തന്നെ നിങ്ങളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാല് വലിച്ചു വാരി ഒരുപാട് ലോങ് വീഡിയോ ഇട്ടിട്ട് എന്ത് ചപ്പ് ചവറും വ്യൂവേഴ്സ് കാണും അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാണും എന്നുള്ള നിങ്ങളുടെ ധാരണ ആദ്യം മാറ്റുക. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ നേരം പോക്കിലുള്ള ചപ്പ് ചവറുകൾ കാണാനല്ല വ്യൂവേഴ്സ് ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അവരവരുടെ ജോലി അവിടെ വെച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തി അവിടെ വെച്ച് നിങ്ങളുടെ വീഡിയോസ് കണ്ടിരിക്കുന്ന നിങ്ങളുടെ വിചാരമെങ്കിൽ അത് പാടെ മാറ്റിക്കോ. മടല് വെട്ടി നിങ്ങൾക്ക് അടി കിട്ടാത്തത് ഭാഗ്യം. അവര് കാണണമെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വീഡിയോയില് നല്ല രീതിക്കുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവണം. തുടക്കം മുതൽ അവസാനം വരെ അവരെ പിടിച്ചു നിർത്താനുള്ള കണ്ടന്റ് ഉണ്ടാവണം. ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണാനുള്ള ക്യൂരിയോസിറ്റി നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കൂടും. ഓക്കെ, ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കമന്റ്സ് നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ ഈ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പരിപാടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ആന മണ്ടത്തരമാണ്. ഈ കമന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് കൂടുന്ന ഒരു പരിപാടിയാണ്. എത്രത്തോളം നിങ്ങൾക്ക് എൻഗേജ്മെന്റ് കൂടുന്നോ, നിങ്ങളുടെ വ്യൂവേഴ്സ് എത്രത്തോളം നിങ്ങളുടെ വീഡിയോസിൽ എൻഗേജ് ആയിരിക്കുന്നോ അത്രയും നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഭാഗത്തുള്ള റീച്ച് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് മൈൻഡ് ചെയ്യാതെ വിടാം, അല്ലെങ്കിൽ കമന്റിന് റിപ്ലൈ കൊടുക്കാം. പക്ഷെ കമന്റ്സ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ കാണിക്കരുത്. യൂട്യൂബിന്റെ അൽഗോരിതം അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് തരുന്നത്. മൂന്നാമത്തെ പൊട്ടത്തെറ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്. കാരണം സബ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് എന്റെ ചാനൽ ചേട്ടാ സബ് ചെയ്യൂ, ഞാൻ ചേച്ചിയുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്റെ ചാനൽ സബ് ചെയ്യൂ, അങ്ങനെയൊക്കെ പറയുന്ന പരിപാടി കമന്റിലും അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സണലി അതുപോലെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അവരുടെ വീഡിയോ പോയിട്ട് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. കുറെ ആൾക്കാർ ലൈവിലും പറയാറുണ്ട്, മറ്റുള്ള ആൾക്കാരുടെ ലൈവിൽ നിങ്ങളുടെ ചാനലിന്റെ പേരടക്കം അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തുകൊണ്ടും ചാനലിന്റെ ലിങ്ക് വരെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പല ആൾക്കാരുടെയും ലൈവില് നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിന്റെ അൽഗോരിതം നിങ്ങളുടെ സ്പാം ആയിട്ട് കണക്കാക്കുകയും നിങ്ങളുടെ ചാനൽ ഒരിക്കലും റീച്ച് ആവുകയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ. ഈ റീസൺ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നാലാമതുള്ള കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളൊരു വീഡിയോസ് ചെയ്തു, നിങ്ങൾ ഷോർട്ടോ അല്ലെങ്കിൽ ലോങ്ങോ ആയിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും നിങ്ങൾക്ക് റീച്ച് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. 1-2 ദിവസത്തിന് ശേഷം നിങ്ങൾ വിചാരിച്ച പോലുള്ള റീച്ച് കിട്ടാത്തതിനാൽ നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാലും യൂട്യൂബിന്റെ അൽഗോരിതം ഇതൊരു നെഗറ്റീവ് അവസ്ഥയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഒരിക്കലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, റീച്ച് കുറവായിട്ടുള്ള വീഡിയോസ് അത് പിന്നീട് അത് കയറി വന്നോളൂ. നിങ്ങൾ ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടിയൊന്നും നിങ്ങൾ അതിന് ചെയ്തു വെക്കേണ്ട. റീ അപ്ലോഡ് ഒന്നും ഒരിക്കലും ചെയ്യരുത്. കുറെ ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സെയിം വീഡിയോ തന്നെ വീണ്ടും അങ്ങോട്ട് റീ അപ്ലോഡ് ചെയ്യും. അപ്പൊ അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാലും വലിയ പ്രശ്നമാണ്. ഈ മണ്ടത്തരവും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് റീച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ അത് അവിടെ മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുക. മൈൻഡ് ചെയ്താൽ നിങ്ങൾ വിടുക. ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ആ വീഡിയോസ് ചില സമയത്ത് കയറും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ തംബ്നെയിലും അതുപോലെ തന്നെ അതിന്റെ ടൈറ്റിലും ഒക്കെ നിങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോസ് കയറി വരുന്നത് കാണാൻ പറ്റും. അല്ലാതെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. ആ ഒരു സംഭവം നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല രീതിക്ക് തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അഞ്ചാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റർമാരെ കുറിച്ചാണ്. ഞാൻ ഒരിക്കലും തുടക്കത്തിലെ ഞാൻ പറയാം, ഒരു ബൂസ്റ്റർമാരെ കുറിച്ചോ അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് സംവിധാനത്തെ കുറിച്ചോ ഞാൻ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബൂസ്റ്റിംഗ് ചെയ്യാം. കാരണം ബൂസ്റ്റർമാർ അവിടെ ഇരിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരെ പ്രതീക്ഷ തന്നെയാണ്. നിങ്ങൾ ചെയ്യാതിരുന്നാലേ ചിലപ്പോൾ അവർക്ക് വീട്ടിലോട്ട് അരി വാങ്ങാനും പറ്റാതെയാവും. സോ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ബൂസ്റ്റിംഗ് ഫീച്ചർ കൊണ്ടുവന്നത് തന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബൂസ്റ്റിംഗ് സംവിധാനം നിങ്ങളൊരു പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. തുടക്കത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ഗ്രോത്ത് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്യാം. പക്ഷേ തുടരെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് അധികം കയറാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ബൂസ്റ്റിങ്ങിലൂടെ നിങ്ങൾ ഇപ്പോൾ 1 ലക്ഷം വ്യൂസ് നിങ്ങൾ കൊണ്ടുവന്നു. സെക്കൻഡ് നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ബൂസ്റ്റ് ചെയ്തില്ല എങ്കിൽ അവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണ്. കാരണം ബൂസ്റ്റ് ചെയ്ത വീഡിയോക്ക് 1 ലക്ഷം വ്യൂവും ബൂസ്റ്റ് ചെയ്യാത്ത വീഡിയോക്ക് ചിലപ്പോൾ 300 400 അല്ലെങ്കിൽ 20 30 വ്യൂസേ വരുള്ളൂ. അപ്പൊ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? നിങ്ങൾക്ക് ചാനൽ തുടരാനും വീഡിയോസ് ചെയ്യാനും അതോടുകൂടി നിങ്ങളുടെ ടെൻഡൻസി നഷ്ടപ്പെടും.
അതുകൊണ്ട് തന്നെ ബൂസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ബൂസ്റ്റിംഗ് അല്ലാതെ നിങ്ങളുടെ വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ തംബ്നെയിലും അതുപോലെ തന്നെ കറക്റ്റായ രീതിയിലുള്ള ടൈറ്റിലും ഹാഷ്ടാഗ് ഒക്കെ കൊടുത്ത് എങ്ങനെ റീച്ച് ആക്കാന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ആറാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു ഇൻട്രോ ആദ്യം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വേറൊരു ഇൻട്രോ, പിന്നെ നിങ്ങൾ തന്നെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ, നാട്ടിൽ മഴ പെയ്തോ അല്ലെങ്കിൽ കുന്നിടിച്ചോ മണ്ണിടിച്ചോ അല്ലെങ്കിൽ ചോറ് കഴിച്ചോ ചായ കുടിച്ചോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ചളി കാണാൻ ഒരിക്കലും ഒരാളും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഒതുക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. എന്താണോ നിങ്ങളൊരു കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് ആ കണ്ടന്റ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്ന ആൾക്കാരോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ജനങ്ങൾ ഒരിക്കലും അവരുടെ സമയം കളഞ്ഞ് നിങ്ങളുടെ ചളി കാണില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻട്രോയിലും നിങ്ങൾ സൃഷ്ടിക്കുന്ന വീഡിയോസിലും വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഏറ്റവും തുടക്കത്തിൽ നിങ്ങളൊരു കാര്യം പറയാം, സെക്കൻഡ് പാർട്ട് നിങ്ങൾ പറയുമ്പോൾ ആ വീഡിയോ എന്താണോ എന്നുള്ള കാര്യം നിങ്ങളുടെ വായിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും വന്നിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് സ്കിപ്പ് ചെയ്ത് ഒരുപാട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ പിന്നെ അവർ മേലാല് കാണാൻ വേണ്ടി ആ വഴിക്ക് തന്നെ വരില്ല, നിങ്ങളുടെ ചാനൽ തന്നെ അവർ ശ്രദ്ധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് വലിച്ചു വാരി നീട്ടിയുള്ള ഇൻട്രോസും മ്യൂസിക്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് വ്യൂവേഴ്സിന് അത് കാണുമ്പോൾ നല്ല രീതിക്ക് മടുപ്പ് വരും. മെയിനായിട്ട് വരുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ പറയുന്ന ഏഴാമത്തെ റീസൺ എന്ന് പറഞ്ഞാല്, അതായത് ഒരുപാട് മ്യൂസിക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ കോപ്പി റൈറ്റ് ഇല്ലാത്ത ഒരുപാട് മ്യൂസിക്സ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്ന കാര്യം, അതായത് ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റണം. നിങ്ങൾ പറയുന്ന കാര്യത്തിനേക്കാൾ കൂടുതൽ സൗണ്ടിലാണ് നിങ്ങൾ മ്യൂസിക് വെക്കുന്നതെങ്കിൽ ജനങ്ങൾ അത് കേൾക്കില്ല, ആ വീഡിയോ സ്കിപ്പ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് അതൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ചില ആൾക്കാരുടെ ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന വോയിസ് ക്ലിപ്പിനേക്കാളും കൂടുതൽ സൗണ്ടിലാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. സോ അത്തരത്തിലൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മ്യൂസിക്സ് ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ കാണുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പൊട്ട തെറ്റാണ്. അതിപ്പോ തന്നെ നിർത്തിക്കോ. കഴിയുന്നതും നിങ്ങൾ മ്യൂസിക്സ് ഇല്ലാതെ ചെയ്തതാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് മ്യൂസിക്സ് ആഡ് ചെയ്യാം. ഇപ്പൊ കോപ്പി റൈറ്റ് ഇല്ലാത്ത ഒരുപാട് മ്യൂസിക്സ് യൂട്യൂബ് ലൈബ്രറിയിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അത് ചെറിയൊരു താളത്തിലേ നിങ്ങൾ ഇടാൻ പാടുള്ളൂ. അത് നിങ്ങളുടെ വീഡിയോസുമായി എത്രത്തോളം മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു റീസണും വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളെ ഡിസ്കംഫർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ മ്യൂസിക്സ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വീഡിയോയുടെ 7 അകലത്ത് തന്നെ അവർ വരില്ല. ജനങ്ങൾക്ക് മടുപ്പ് പിടിക്കുന്ന എട്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് ചിലപ്പോൾ ചില ആൾക്കാരൊന്നും യോജിക്കൂല. കാരണം എന്ന് വെച്ചാല് നമ്മൾ പറയുന്നതിനെ ചിലപ്പോൾ ചില ആൾക്കാർ ചീത്ത വിളിക്കാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളിപ്പോ ഒരു കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ സെയിം കണ്ടന്റ് തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നിങ്ങളിപ്പോ ടെക് കണ്ടന്റ് ആണ് ചെയ്യുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ. അപ്പൊ എന്ത് സംഭവിക്കും? ടെക് കണ്ടന്റ് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ചാനൽ വ്യൂവർ ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വ്ളോഗ് ചെയ്യുന്നു, ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ടെക് കണ്ടന്റ് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലി വ്ളോഗ് കാണുമോ? ഒരിക്കലും കാണൂല, അവർ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ മാറ്റി കണ്ടന്റ് പിടിക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഏതെങ്കിലും ഒരു കണ്ടന്റ്സിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒന്നുകിൽ നിങ്ങൾ ടെക്കിന് കണ്ടന്റ് ആയിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങുക, ആ ചാനലിൽ നിങ്ങൾ ടെക്ക് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാ ചാനലുകാരും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ചില കേസുകളിൽ ഇത്തരത്തില് വ്യൂവേഴ്സിനെ ഇല്ലാതാക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്റ്റോറി ഒക്കെ പറയുന്ന ഒരു ചാനലാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ ആ ചാനലിൽ നിങ്ങൾ കഴിയുന്നതും സ്റ്റോറി തന്നെ ഇടുക. രണ്ടാമത് നിങ്ങൾക്ക് ടക്ക് ചെയ്യണമെങ്കിൽ രണ്ടാമതൊരു സെക്കൻഡറി ചാനൽ തുടങ്ങുക, അതിന്റെ അകത്ത് നിങ്ങൾ ടക്ക് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചാനലും നല്ല രീതിക്ക് നിങ്ങൾക്ക് റീച്ച് ആക്കി കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ കൂട്ടിക്കലർത്തിയാണ് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ രീതിക്കുള്ള റീച്ച് തരില്ല. വ്യൂവേഴ്സിനെ കാണുമ്പോൾ നല്ല രീതിക്ക് മടുപ്പ് വരുത്തും, നിങ്ങളുടെ ചാനലിന്റെ പരിസരത്ത് വരാത്ത അവസ്ഥയും ഉണ്ടാക്കി വെക്കും. ഇനി 9ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മുഖാന്തരം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് കുറച്ച് ഭാഗം ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എപ്പോഴും ക്രോം വഴിയായിരിക്കണം. ക്രോം വഴി അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ക്രോമിൽ നിങ്ങളുടെ ചാനലിൽ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു മെച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 തംബ്നെയിലുകൾ അല്ലെ നമുക്ക് 3 ടൈറ്റിലുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ 3 ടൈറ്റിൽ കൊടുക്കുമ്പോൾ യൂട്യൂബ് തന്നെ ശ്രമിക്കുകയാണ്. കാരണം ഏത് ടൈറ്റിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എന്നുള്ള കാര്യം പരീക്ഷിച്ച് ആ ഒരു തംബ്നെയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ക്രോം വഴി ലോഗിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ക്വാളിറ്റിയും കുറഞ്ഞു പോകുന്നില്ല. നമ്മൾ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി അത്യാവശ്യം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചാനൽ അത്യാവശ്യം റീച്ചായി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്രോം വഴി തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ക്വാളിറ്റിയും കിട്ടും. മാത്രമല്ല നമുക്ക് 3 ടൈറ്റിലുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്യാവശ്യം ഏത് ടൈറ്റിൽ വെച്ചാണ് നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോസ് കാണുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് നല്ല രീതിക്ക് റീച്ച് ആക്കി കൊണ്ടുവരാനും പറ്റും. അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് 9ാമത്തെ നമ്മുടെ റീസൺ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ റീസൺ, അതായത് 10ാമത്തെ കാര്യം. നമ്മുടെ 10ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്രണ്ട് ഒരു ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ചാനൽ തുടങ്ങി, സോ ഞാനും അതുപോലെ ഒരു ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ രാഹുലേട്ടൻ ഇതുപോലെ തുടങ്ങി ഞാനൊരു ചാനൽ തുടങ്ങാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങളുടെ പാഷൻ എന്താണോ അത് കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഏതിലാണോ കഴിവ്, ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ ഒരു ടച്ച് ചാനൽ തുടങ്ങിയെന്ന് വിചാരിച്ച് നിങ്ങളൊരിക്കലും ടച്ച് ചാനലിൻ്റെ പുറകെ പോകരുത്. അതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരോ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. സ്വന്തമായിട്ടൊരു പാഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അടുത്തതായിട്ട് പല ആൾക്കാരും ചെയ്തു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിങ്സ് എടുത്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. കാരണം മറ്റുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്തു വെച്ച കട്ടിങ്സ് എടുത്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് വോയിസ് ഡബ് കയറ്റിയിട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്, ഊള പരിപാടി. അത് തീർച്ചയായിട്ടും വിട്ടോ. കാരണം അത്തരത്തിലുള്ള ചാനലുകളൊക്കെ ഇപ്പോൾ ഒരുപാട് പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ച് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ട് അവർ പൂട്ടിപ്പോയതായിട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. 3ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സാഹസികമായിട്ടുള്ള പല വീഡിയോസും, ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അടിപിടി, തല്ലുപിടി, കള്ളുകൂടി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ വഴി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പരിപാടി ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം പബ്ലിക്കായിട്ടുള്ള അങ്ങനെയുള്ള കണ്ടൻസ് ചെയ്യുമ്പോൾ പല ചാനലുകൾക്കും റീച്ച് കാണും. എന്നാൽ ആ ചാനലുകളൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മോണിറ്റൈസേഷൻ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഒരു ചാനലായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചോ ചെയ്യുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ചാനലുകൾ കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ അവിടെ പൂട്ടിപ്പോകും. നിങ്ങളെ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവുന്നതല്ല. 3ാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. ലോ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസാണ് പല ആൾക്കാരും ചെയ്യുന്നത്. കാരണം എങ്ങനെയെങ്കിലും ആൾക്കാരെ കാണിച്ചേക്കാന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. വ്യക്തമായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള വീഡിയോസേ നിങ്ങൾ ഇടാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു 1080 എങ്കിലും മിനിമം നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത്തരത്തിലാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ജനങ്ങൾ ആ വീഡിയോസ് കാണാനുള്ളൊരു താല്പര്യമെങ്കിലും കാണിക്കുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് തന്നെയാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. കോപ്പിറൈറ്റ്, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് റോസ്റ്റർമാരുടെ ചാനൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്കാർ ചെയ്തു വെച്ച വീഡിയോസൊക്കെ എടുത്ത് അവർ പിന്നെ അവരുടെ വീഡിയോ കൂടെ ചേർക്കും. ഇവൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താവും അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ചാനലുകൾക്ക് നേരിട്ട് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് തരാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്തരത്തിലുള്ള കാര്യം. അപ്പോൾ അത്തരത്തിൽ കോപ്പിറൈറ്റ് നിങ്ങൾക്ക് തുടക്കത്തിലേ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ചാനൽ നോക്കണ്ട. കാരണം കംപ്ലീറ്റ്ലി പൂട്ടിക്കെട്ടിക്കോ ഒരു രക്ഷയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചീത്തവിളി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിക്കൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ പറ്റി കുറ്റം പറയൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി കുറ്റം പറയൽ, ഏതെങ്കിലും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, മന്ത്രിയോ അങ്ങനെയുള്ള ഏതെങ്കിലും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സംസാരിക്കുക, പോലീസോ ഏതെങ്കിലും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനെ പുച്ഛിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാഹസികമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവണത നിങ്ങൾ വീഡിയോസിൽ കാണിക്കുക. എന്തെങ്കിലും മണി ചെയിന് അല്ലെങ്കിൽ മറ്റുള്ള ഷെയർ മാർക്കറ്റ്, ഇന്നതിൽ ചേർന്നോളൂ നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ ഇന്ന പോലെ നിങ്ങൾ ചെയ്തോളൂ, അങ്ങനെയൊക്കെ മണി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പൈസ പോകുന്ന ഏതെങ്കിലും വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു, അത് വെച്ച് നിങ്ങൾ ഒരുപാട് പൈസ വാങ്ങുന്നു, ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിക്ക് തന്നെ പണിഷ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ഒരു കണ്ടൻറ്റ് നിങ്ങൾ ചെയ്യരുത്. സാഹസികതയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അതേ ഒരു മാർഗ്ഗമുള്ളൂ. നിങ്ങളുടെ പാഷൻ എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ആ വീഡിയോസ് മാത്രം നിങ്ങൾ ചെയ്യുക. നല്ല കണ്ടൻറ്റ് മാത്രം ഫോർവേഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേസിലും പെടില്ല, നിങ്ങളുടെ ചാനൽ റീച്ചും ആവും. അല്ലെങ്കിൽ എന്താവും, നിങ്ങൾക്കെതിരെ കേസും വരും, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ഫൈനും അടക്കേണ്ടി വരും. രണ്ടാമത്തെ നിങ്ങളുടെ ചാനൽ അവിടെ പൂട്ടിപ്പോവുകയും ചെയ്യും. ഒരു 5ൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടാതെയോ. അപ്പോൾ ഇതാണ് നമ്മുടെ 10ാമത്തെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വായിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് എന്തും വിളിച്ച് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക.